ഹലോ ആൻഡ് വെൽക്കം ടു ദിനിയാസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. വെറുതെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയേണ്ട സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, അതേപോലെ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കണം. ഓക്കെ, അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളെ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ് കേട്ടോ. O is the center of the circle and AB is diameter. അതായത് O എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദ സർക്കിളുമാണ് ആൻഡ് AB എന്ന് പറയുന്നത് ഡയമീറ്ററുമാണ്. C is a point on the circle. C എന്ന് പറയുന്നത് സർക്കിളിലുള്ള ഒരു പോയിന്റ് ആണ്. കമ്പ്യൂട്ട് ആംഗിൾ CAB കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണെന്ന് പറഞ്ഞു. ഒ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് ദി ഇതാന്ന് പറഞ്ഞു. സി എന്ന് പറയുന്നത് സി ഈസ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ. സി എന്ന് പറയുന്നത് സർക്കിളിലുള്ള പോയിന്റ് ആണ്. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആംഗിൾ CAB കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഒരു ലൈൻ. ഓക്കെ, അതിനെ കട്ട് ചെയ്തിട്ട് വേറൊരു ലൈൻ. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? എങ്ങനെയാണ് അത്? ലീനിയർ പെയർ ആണ് അല്ലെ? ലീനിയർ പെയറിൽ പറഞ്ഞാൽ എന്താണ്? രണ്ട് ആംഗിൾസും കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പൊ നമുക്ക് ഇവിടെ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ 180 50 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 130 ഡിഗ്രി ആണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ ആംഗിൾ AOC എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ് വരാം. ഇനി ആംഗിൾ AOCയുടെ പ്രത്യേകത എന്താണ്? ഈ O എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞു. OA എന്നുള്ളതും അതുപോലെ OC എന്നുള്ളതും സെയിം ലെങ്ത് ആണ്. കാരണം എന്തുകൊണ്ടാണ്? അത് റേഡിയസ് ആണ്. സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് റേഡിയസ് ആണ് അത്. അപ്പോൾ OAയും OCയും ലെങ്ത് സെയിം ആണ്. ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് സെയിം ആയി കഴിഞ്ഞാൽ, സെയിം ലെങ്ത് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും. ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ബേസിലുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ 130 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ AOC ആണ് കണ്ടുപിടിക്കേണ്ടത്. AOC ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ AOC പ്ലസ് ആംഗിൾ COB ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ AOC പ്ലസ് ആംഗിൾ COB ഈക്വൽ ടു 180 ഡിഗ്രി. എന്താണ് നമ്മൾ റീസൺ എഴുതേണ്ടത്? ലീനിയർ പെയർ. ഓക്കെ, ലീനിയർ പെയർ ആണ്. ഇനി ആംഗിൾ AOC നമുക്ക് കണ്ടുപിടിക്കണം. പ്ലസ് 50 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. Therefore, angle AOC equal to 180 degree minus 50 degree equal to 130 degree. കിട്ടിയല്ലോ, ആംഗിൾ AOC കിട്ടിയല്ലോ. ഇനി നമുക്ക് ആംഗിൾ എയും അതുപോലെ ആംഗിൾ സിയും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? OA ഈക്വൽ ടു OC. എന്തുകൊണ്ടാണ്? റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഓക്കെ, therefore triangle AOC is an isosceles triangle. Okay, isosceles triangle. അപ്പൊ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ആംഗിൾ OAC പ്ലസ് ആംഗിൾ OCA ഈക്വൽ ടു എത്രയാണ് ഡിഗ്രി വരുന്നത്? ഇവിടെ നമുക്ക് 130 കിട്ടി കഴിഞ്ഞു അല്ലെ? ആംഗിൾ AOC പ്ലസ് ആംഗിൾ OCA ഈക്വൽ ടു, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം, ആംഗിൾ OAC പ്ലസ് ആംഗിൾ OCA പ്ലസ് ആംഗിൾ COA ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ വാല്യൂ നമുക്ക് അറിയില്ല അല്ലല്ലോ. ആംഗിൾ OAC പ്ലസ് ആംഗിൾ OCA പ്ലസ് COA എത്രയാണ് ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചത്? 130 ഡിഗ്രിയാണ് കണ്ടുപിടിച്ചത്. 130 ഈക്വൽ ടു 180 ഡിഗ്രി.
ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ ഒ സി എ ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും ഈക്വൽ ടു 50 ഡിഗ്രി. ഓക്കെ, ഇനി ഈ ഒ എ സിയും ഒ സി എയും എന്താണ്, ഈക്വൽ ആണ്. ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ ഒ സി എ ഈക്വൽ ടു ആംഗിൾ ഒ സി എ. എന്തുകൊണ്ടാണ്? ഒന്നല്ലെങ്കിൽ നമുക്ക് പറയാം ബേസ് ആംഗിൾസ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എഴുതാം ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. എന്ത് പറയാം? therefore ആംഗിൾ ഒ എ സി ഈക്വൽ ടു 50/2 ഈക്വൽ ടു 25 ഡിഗ്രി. ആംഗിൾ ഒ സി എ ഈക്വൽ ടു 25 ഡിഗ്രി. രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ 50 ഡിഗ്രിയുടെ പകുതി ഈക്വൽ ടു 25 ഡിഗ്രി. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി നമുക്ക് ഒരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അല്ല. ആംഗിൾ ഒ സി എ ഈക്വൽ ടു 50 ഡിഗ്രി എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സി എ ബി അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ആംഗിൾ സി എ ബി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ സി എ ഒ എന്ന് പറയുന്നത്, ഒ എ സി എന്ന് പറയുന്നത് എത്രയാണ്? 25 ഡിഗ്രി. therefore ആംഗിൾ സി എ ബി ഈക്വൽ ടു 25 ഡിഗ്രി. ഇവിടുത്തെ ആംഗിള് ഇതിനായാലും ഈ ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് അത് ഈക്വൽ ടു 25 ഡിഗ്രി. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമുക്കൊരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതെന്താ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇനി എന്താ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? ഡ്രോ അനദർ ഫിഗർ ലൈക്ക് ദിസ്. ഇതുപോലത്തെ ഒരു ഫിഗറും കൂടി വരയ്ക്കാം വിത്ത് എ ഡിഫറെന്റ് നമ്പർ ഫോർ ദി സൈസ് ഓഫ് ആംഗിൾ സി ഒ ബി. അതായത് ആംഗിൾ സി ഒ ബിക്ക് ഡിഫറെന്റ്, ഈ ആംഗിളിന് വേറൊരു സൈസ് കൊടുക്കാം. അപ്പൊ 50 ഡിഗ്രി എന്നാണ് ശരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് വേറൊരു ഇത് കൊടുക്കാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്തിരി കൂടി ഒന്ന് വലുതാക്കിയിട്ട് ഞാൻ ഡ്രോ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്കൊരു 70 ഡിഗ്രി കൊടുക്കാം. ഓക്കെ, 50ക്ക് വേറെ 70 ഡിഗ്രി. ഇനി അവർ പറയുന്നത് ഇതുപോലെ ആംഗിൾ സി എ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വേറൊരു ആംഗിളിന് സൈസ് കൊടുത്തിട്ട് ആംഗിൾ സി എ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതുപോലെ തന്നെ ചെയ്യുക അല്ല, ഇതേപോലെ തന്നെ, വേറെ ഒരു ഡിഫറൻസ് വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ സി ഒ ബി ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം ലീനിയർ പെയർ. ഓക്കെ, ഇനി അതിന് ഇത് കൊടുക്കാം, ആംഗിൾ എ ഒ സി പ്ലസ് 70 ഡിഗ്രി ഈക്വൽ ടു 180. ആംഗിൾ എ ഒ സി ഈക്വൽ ടു 17 അങ്ങോട്ട് കൊണ്ടുപോയി ഈക്വൽ ടു 180 മൈനസ് 70, അതായത് 110 ഡിഗ്രി. ഇപ്പൊ എ ഒ സി എന്ന് പറയുന്നത് 110 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് ഒ എ സിയും അതുപോലെ തന്നെ ഒ സി എയും കണ്ടുപിടിച്ചൂടെ? അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ സി എ ഒ പ്ലസ് ആംഗിൾ സി എ ഒ പ്ലസ് ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ഒ സി എ ഈക്വൽ ടു 180 ഡിഗ്രി. മൂന്ന് ആംഗിൾസും, ഈ ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. ഇതിൽ ഏതിൻ്റെയൊക്കെ വാല്യൂ കിട്ടും? നമുക്ക് എ ഒ സിയുടെ മാത്രം വാല്യൂ കിട്ടും അല്ലെ. സി എ ഒ, ആംഗിൾ സി എ ഒ പ്ലസ് 110 പ്ലസ് ആംഗിൾ ഒ സി എ ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സി ഒ എ പ്ലസ് ആംഗിൾ ഒ സി എ ഈക്വൽ ടു 180 മൈനസ് 110, അതായത് 70 ഡിഗ്രി വന്നു. ഇനി ആംഗിൾ സി എ ഒ എന്ന് പറയുന്നത് തന്നെയാണ് ആംഗിൾ ഒ സി എ. എന്തുകൊണ്ടാണ്? ആംഗിൾ സി ഒ എ ഈക്വൽ ടു ആംഗിൾ ഒ സി എ. എന്തുകൊണ്ടാണ് ഇത് ഈക്വൽ ആണെന്ന് പറയാനായിട്ടുള്ള കാരണം? ഒ എ ആൻഡ് ഒ സി ആർ റേഡിയസ് of the circle അല്ലേ. therefore triangle OAC is an isosceles triangle. അപ്പൊ എന്തായിരിക്കും? അതിന്റെ ബേസ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആംഗിൾ സി ഒ എയും ആംഗിൾ ഒ സി എയും സെയിം ആണ്. അപ്പൊ നമുക്ക് ആംഗിൾ ഒ സി എക്ക് പകരം ആംഗിൾ സി ഒ എ എന്ന് തന്നെ കൊടുക്കാം. ആംഗിൾ സി ഒ എ പ്ലസ്
OCA എന്ന് പറയുന്നത് തന്നെയാണ് COA. ആംഗിൾ COA ഈക്വൽ ടു 70 ഡിഗ്രി. ടു ആംഗിൾ COA ഈക്വൽ ടു 70 ഡിഗ്രി. ആംഗിൾ COA ഈക്വൽ ടു 70/22 ഈക്വൽ ടു 35 ഡിഗ്രി. ആംഗിൾ COA ഇതാണെന്നുണ്ടെങ്കിൽ therefore ആംഗിൾ OCA ഈക്വൽ ടു 35 ഡിഗ്രി സെയിം തന്നെയാണ്. നമ്മുടെ അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ CAB അതായത് ആംഗിൾ A ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. therefore COA CO കിട്ടി, A കിട്ടി, C കിട്ടി. COA ഇവിടെ മിസ്റ്റേക്ക് ആയിട്ട് എഴുതി. ആംഗിൾ CAO അതുപോലെ തന്നെ ആംഗിൾ CAO ഇവിടെയും ആംഗിൾ CAO A ആണ് വരാട്ടോ. ആംഗിൾ CAO സോറി. അപ്പോൾ CAO ഇവിടെയും ആംഗിൾ CAO ഈക്വൽ ടു 35 ഡിഗ്രി കിട്ടി. therefore ആംഗിൾ CAB ഈക്വൽ ടു 35 ഡിഗ്രി. A എന്ന് പറയുന്നത് സെയിം ഡിഗ്രി തന്നെയാണ്. therefore ആംഗിൾ CAB ഈക്വൽ ടു 35 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഈസി അല്ലേ ചെയ്യാനായിട്ട്? നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ.